നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീൽ, നിങ്ങളോടുള്ള ഇപ്പോൾ ഈ ഒരു കറൻറ്റിലി കടന്നു പോകുന്ന ഫീൽ എന്താണെന്നും അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പ്രാർത്ഥനയോടുകൂടി ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റീഡിങ്സ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ റീഡിങ്സിലും നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടാവണം കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ പറഞ്ഞ് നിങ്ങളൊരു കമൻറ്റും ഈ ഒരു ഓരോ റീഡിങ്സിൽ രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സുകൾ റെസനേറ്റ് ആയിട്ട് വരികയുള്ളൂ. കേട്ടു കടന്നുപോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾക്ക് അവിടെ നമ്മളുടേതാകുന്ന ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ ഒരു പ്രസൻസ് ആ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആവണം. ഡിവൈൻ നൽകുന്ന ഈ ഒരു ഇൻഫർമേഷൻസിനെ നിങ്ങൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്താലേ നമുക്ക് തിരിച്ച് ലഭിക്കൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ പൂർണ്ണമായും ഓർമ്മിച്ചുകൊണ്ട് ആ ഒരു പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് ഓപ്പൺ ചെയ്യുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകളും നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള എനർജികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ മൂല കാരണങ്ങളെ തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനും ബ്ലാക്ക് മാജിക്കുകളും ശത്രുദോഷങ്ങളും വിവാഹ തടസ്സങ്ങളും എല്ലാം നമുക്ക് വളരെ കൃത്യവും വ്യക്തമായിട്ട് നോക്കി അതിനും പരിഹാരങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു എനർജിയിൽ കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻസിനെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് ടാറോ റീഡിങ്സ് എടുത്തു നോക്കുക. അതല്ല, ജനറൽ റീഡിങ്സിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ, ജനറൽ റീഡിങ്സ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം അതനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നാനോ സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് കോൺഫ്ലിക്റ്റിലാണ്. അതൊരു എലോൺ എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത്. ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്, കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ചതി സംഭവിച്ചിട്ടുണ്ട്, ചീറ്റിംഗ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ അവർ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർ വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി നേടിയെടുക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും അവർക്ക് ലോസ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ വളരെ പ്രഷ്യസ് ആയിട്ട് ഫോക്കസ് ചെയ്ത ചില നഷ്ടങ്ങൾ അവർ നേരിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ജൂൺ മാസത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കണക്റ്റഡ് അല്ല എന്നല്ല, ആ രണ്ട് എനർജികൾ അസ്ട്രോളജി പ്രകാരം ഇതിലേക്ക് ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. മാർച്ച് മാസക്കാർക്കും ജൂൺ മാസക്കാർക്കും ഇത് വളരെ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടേതാവാം, നിങ്ങളുടെ പേഴ്സൻ്റേതാവാം കേട്ടോ. ശരിക്കും അവരെ സംബന്ധിച്ച് അവർ പ്രഷ്യസ് ആയിട്ട് കണ്ട, അല്ലെങ്കിൽ അവർ വളരെ വിശ്വാസത്തോടു കൂടി നിന്ന ഒരു സ്ഥലത്ത് നിന്നും അവർ അവഗണന അനുഭവിക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചീറ്റിംഗ് സംഭവിക്കുകയോ ലോസ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഒന്നെങ്കിൽ ഒരു വെൽത്ത് എനർജിക്ക്, സാമ്പത്തികപരമാകുന്ന ഒരു
ശക്തമാകുന്ന നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉടനെ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അവരോട് ശക്തമാകുന്ന ഒരു വ്യക്തിയുടെ ഒരു കമാൻഡിങ് എനർജി ഉള്ള, ഒരു കമാൻഡിങ് പവറുള്ള, അല്ലെങ്കിൽ അവരെക്കാളും ഒരു പിടി ഉയർച്ചയിൽ നിൽക്കുന്ന കാര്യപ്രാപ്തിയുള്ള ഒരു പേഴ്സൻ്റെ ഫൈറ്റിംഗ് അവർ നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ കൺട്രോളിലാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പം കറൻറ്റ്ലി നിൽക്കുന്നത്. ചിലപ്പോൾ അത് ഫെമിനിയൻ എനർജി ആണെങ്കിലും ഒരു മസ്കുലൻ എനർജിക്ക് തുല്യമായൊരു വ്യക്തിയാണ്. ഫെമിനിയൻ ആയിരിക്കാം ചിലപ്പോൾ, പക്ഷേ ഒരു മസ്കുലനാണ്. കാരണം ഒരു മസ്കുലനെ പിടിച്ചു നിർത്താൻ പാകത്തിനുള്ള ഒരു മസ്കുലൻ എനർജീനെ ഒരു കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള ഒരു എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോളിങ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വളരെയധികം ക്ലാരിറ്റിയോട് കൂടി ചെയ്ത ചില കാര്യങ്ങളിലും അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലുണ്ടായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്കൊരു ഉയർച്ചയില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും കേട്ടോ. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥയാണ് അവരിൽ കാണാൻ സാധിക്കുന്ന. കുറ്റബോധവും നിരാശയും നഷ്ടബോധവും എല്ലാം ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ചില തിരിച്ചറിവുകൾ അവർക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവർക്കൊരു സപ്പോർട്ടില്ല. അവരെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മെൻ്റലി സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും അതെല്ലാം അവരെ ചൂഷണം ചെയ്യുക, അവർക്ക് വാല്യൂ കൽപ്പിക്കാതിരിക്കുക, അവരെ വില കുറഞ്ഞ് കാണുന്ന രീതിയിലുള്ള ചില വ്യക്തിബന്ധങ്ങളുടെ പ്രസൻസ് അവരിലുണ്ട്. പക്ഷേ അതിൽ നിന്നും അവർക്ക് യാതൊരു പ്രോഫിറ്റുമില്ല, ഒരു ഗുണവുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല ചായ്ക്കാൻ അവർക്ക് ആ ഒരു താങ്ങായിട്ടൊരു സിറ്റുവേഷൻസ് ഇല്ലാത്ത ഒരു പെട്ട അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ശരിക്കും അവർക്ക് കുറ്റബോധമുണ്ട്, തെറ്റുപറ്റിയെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർക്ക് ശക്തമാകുന്ന വീഴ്ചയാണ് ഇനി മുന്നോട്ടേക്കെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ശരിക്കും പതറി നിൽക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഫീലിങ്സിലേക്ക് എടുക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീയൂണിയൻ എനർജി അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങളോടൊപ്പം ചിലവഴിച്ച ആ സന്തോഷകരമായ നിമിഷങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയെ കണക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ബന്ധം സ്ഥാപിച്ചിരുന്നത്. ഒരു തേർഡ് സിറ്റുവേഷൻസ് കൂടി നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന വ്യക്തി തന്നെ ആവാം നിങ്ങളുടെ റിലേഷനിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശക്തമാകുന്ന ബന്ധത്തിൽ തേർഡ് പാർട്ടി എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറയുന്നത് ശരിക്കും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം അവർ ആഴത്തിൽ മാനിഫെസ്റ്റിംഗ്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, ദ മെജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റിംഗ് ചെയ്യുവാണ് കേട്ടോ നിങ്ങളെ. ചിലപ്പോൾ ഈ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളിൽ അവരിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു പാസ്റ്റിലെ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു എനർജി, അതായത് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ ഒരു നല്ല പാർട്ട്ണറായിട്ട് തന്നെ നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആയിരുന്നു. ഏറ്റവും നല്ല പാർട്ട്ണർ എനർജിയിൽ ശരിക്കും നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്ത് അപ്പുറത്തേക്കൊരു ലോകമില്ലായിരുന്നു. നിങ്ങളെ കണക്റ്റ് ചെയ്ത് അവരൊരു ലോകം പൂർത്തീകരിച്ച് നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളും അവരും തമ്മിൽ അത്രത്തോളം ആഴമുള്ളൊരു ബന്ധമായിരുന്നു. ഒരു പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കണം, എത്രത്തോളം ആഴത്തിൽ കെയർ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു എനർജിയിലൂടെ തന്നെയാണ് ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തിക്കെന്നുള്ളത് ഇപ്പം ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ബാലൻസ് ചെയ്യണം, അതായത് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും പൂർണ്ണമായിട്ടും തിരുത്തണമെന്ന ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ അതിനു വേണ്ട ഉറച്ച ഒരു ആഗ്രഹം അവരിലുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങളോട് അവർ മെൻ്റലി മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർ ഇമോഷണൽ പരമായിട്ട് ശരിക്കും നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അതായത് അവരൊരു ധ്യാനത്തിലൊരു മാനിഫെസ്റ്റിംഗ് എനർജിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവരൊരു കപ്പ് ഓഫ് ലവ് നൽകാൻ ഒരിക്കൽ കൂടി ആ ഒരു തെറ്റുകളെയെല്ലാം ആ തെറ്റുകളെയെല്ലാം ഒന്ന് മാറ്റി ഒരു പൂർണ്ണതയോടുകൂടിയ രീതിയിൽ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ നിങ്ങളുമായിട്ടൊരു ബന്ധം
ക്രിയേറ്റ് ചെയ്യണം, ഒന്നേന്ന് ഈ ഒരു റിലേഷനിൽ ഒരു പൂർണ്ണത ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ഇൻറ്റ്യൂഷൻ അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് നിങ്ങളാണ് ഏറ്റവും ഉചിതവും വിശ്വസനീയവുമായ ഒരു പാർട്ട്ണർ എന്നാണ് അവർക്ക് ലഭിക്കുന്ന ഒരു ഇന്നർ ഗൈഡൻസ് എന്നാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും ബർഡൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ റിലേഷനിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കും ഈ ഒരു ബന്ധം. അതായത് തടസ്സമുണ്ട്, ശക്തമാകുന്ന ഒരു മതിൽ തന്നെ ഈ ഒരു റിലേഷനിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലീജിയൻ പ്രോബ്ലംസ് ഉണ്ടാവും. അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധമുള്ള മറ്റെന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട്. ഒന്നെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആണെങ്കിൽ നിങ്ങൾ ലീഗൽപരമായിട്ട് എന്തെങ്കിലും ഒരു പോരാട്ടം ഇപ്പം നടത്തുന്നുണ്ടാകാം, തിരിച്ചറിവുണ്ടെങ്കിൽ തന്നെ. അതല്ല എങ്കിൽ ഒരു മാരിയേജ് എനർജിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സിംഗിൾ എനർജി ആണെങ്കിൽ തടസ്സമുണ്ട്. അതായത് വളരെ ശക്തമാകുന്ന ഒരു വ്യക്തിയുടെ ഒരു ബ്ലോക്കേജ് നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത് അവർക്കൊരു ബർഡനാണ്. അത് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കുക എന്നത് അവരെ സംബന്ധിച്ചൊരു ബർഡനാണ്. നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ബ്ലോക്കേജ് എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലോക്കേജ് അല്ല. അതിനെ മറികടക്കുക എന്നത് അസാധ്യമായൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് അവർക്കൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളെയും അവരെയും ബേസ് ചെയ്തുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദ മെജീഷ്യനാണ് അവർ കണക്ട് ചെയ്യുന്നത്. ഒരു മാജിക്ക് സംഭവിച്ചിരുന്നു എങ്കിലെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. മാത്രവുമല്ല കാര്യങ്ങളെല്ലാം വളരെയധികം പൂർണ്ണതയോട് കൂടിയും അതുപോലെ തന്നെ മെച്യൂരിറ്റിയോട് കൂടിയും അവർ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു മാജിക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു റിലേഷനിൽ എത്രയും പെട്ടെന്ന് ഒരു മാറ്റം വന്നിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുപാട് കണക്ഷനുള്ള, അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ലപോലെ അറിയാൻ പറ്റുന്ന വ്യക്തികളുമായിട്ട് ഇവരൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എന്താണെന്നും നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുമെല്ലാം ഈ ഒരു പേഴ്സൺ വളരെ വ്യക്തമായിട്ട് അറിയുന്നു. അല്ലെങ്കിൽ വിവരങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളത് ശേഖരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതും അവരെ സംബന്ധിച്ച് നിരാശയാണ് കേട്ടോ. അവരൊരു സെൽഫിഷായ ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചില നേട്ടങ്ങൾക്ക്, അവരുടെ ചില പേര് പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ചില സമയങ്ങളിലൊക്കെ ഒരു ഇരയാക്കിയ അവസ്ഥ, അതല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്ത സിറ്റുവേഷൻസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊരു സെൽഫിഷായ സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത്. ആ ഒരു ഈഗോ എനർജി, ഒരു സെൽഫിഷ്, അതല്ലെങ്കിൽ അവരൊരു മറ്റു പല കാര്യങ്ങളിലേക്കും, അതായത് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന മറ്റു പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്തത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു നഷ്ടത്തിന് കാരണമായി എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ മറ്റു മാരേജിലേക്കൊക്കെ പോയ വ്യക്തികളാണ് എങ്കിൽ, ഈ ഒരു പേഴ്സൺ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു വിവാഹത്തിൽ എത്തേണ്ടിയിരുന്ന ബന്ധം നഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ എനർജിയിലാണെങ്കിലും വിവാഹം വരെ എത്തേണ്ട റിലേഷനാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഭയം നിഴലിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരെ വിട്ടുപോയി എന്നുള്ള ഒരു തോന്നൽ, പൂർണ്ണമായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിങ്ങൾ അവരുടെ പിന്നാലെ ചെന്ന ആ ഒരു സമയമുണ്ട്. നിങ്ങളെപ്പോഴും അവരെ ഫോക്കസ് ചെയ്യുകയും അവരുടെ പിന്നാലെ നിങ്ങൾ യാചിച്ചു കൊണ്ട് ചെന്ന സമയങ്ങളെ അത് മറികടന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടും നിൽക്കുന്നുണ്ട്. പിന്നെ അവർ എക്സ്ട്രാ അങ്ങനെ അവർ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോഴും വീണ്ടും അവരുടെ ഉള്ളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യും. അതായത് നിങ്ങൾ അവരെ കാത്തിരിക്കുമെന്നുള്ള ഒരു എനർജി കൂടി കണക്റ്റഡ് ആവുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു, അവരുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട്, എത്രത്തോളം വിശ്വസ്തയോടുകൂടിയാണ് ആ ഒരു ബന്ധത്തിൽ നിന്നത്. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്ത സമയങ്ങളിലെല്ലാം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും അവരോട് യാചിച്ചും അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ക്ഷമയോടുകൂടി ചെല്ലുകയും ചെയ്തതെല്ലാം അവർ കണക്റ്റ് ചെയ്യുമ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ പോയാലും
പോയില്ലെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് പെട്ടെന്ന് മാറി ചിന്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു തോന്നൽ വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഭയവും ട്രാപ്പഡ് എനർജിയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്. ശരിക്കും സമയത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൂടി നിങ്ങൾക്കിടയിൽ കറൻറ്റിലി കടന്നു പോകുന്നുണ്ട്. അതായത് വരും വരായികകളെക്കുറിച്ചുള്ള ഒരു ഭയം വളരെ ശക്തമായിട്ട് ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അത് നിങ്ങളിലും നിഴലിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് വരാൻ പോകുന്നതെന്നുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു പേടി നിങ്ങളെയും അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമോ, പൂർണ്ണമായിട്ടും ഇനി ഈ ഒരു റിലേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഒരു ചിന്ത, ഒരു ഭീതിയോടുകൂടി ഒരു ചിന്ത നിങ്ങളിലും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ണുകൾ കെട്ടിക്കളഞ്ഞു, അതായത് ബന്ധത്തിൻ്റെ പൂർണ്ണത, ആത്മാർത്ഥത, ആ ഒരു പവിത്രതയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിൽ വരാനുള്ള കാരണം നിങ്ങളുടെ സമയത്തിൻ്റെതാണ്. അത് നിങ്ങളുടെ വിധി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ വിധിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷനിൽ ഇത്രത്തോളം പെയിൻ എനർജി നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇപ്പം നേരിടേണ്ടി വന്നിരിക്കുന്നത് കർമ്മയാണ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ ഒരു ചീറ്റിംഗ് എനർജി എന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവരിലേക്ക് എന്ത് ചെല്ലുമ്പോഴും അതൊന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരൊരു ബൗണ്ടറി ഇട്ട് ഇപ്പോഴൊരു എലോൺ എനർജിയിലാണ്. ഒരിടത്തും അവരുടെ പ്രസൻസ് അവർ കണക്റ്റ് ചെയ്യാതെ അവരൊരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം അവർ പൂർണ്ണമായും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് കേട്ടോ. അതായത് ഒരു സ്വപ്നം റിയാലിറ്റി ആവുക, അവരാഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങളെ ബേസ് ചെയ്താണ്. ഇപ്പം ഈ കറൻറ്റിലി അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്ന് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കപ്പുറത്തേക്കൊരു എനർജി അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും, നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങളെ അവർക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരിലുണ്ട്. ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. കാരണം ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ ഒരു പവർ ലോസിങ് നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ്, അതായത് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രോബ്ലംസുകളുടെ, തെറ്റിദ്ധാരണകളുടെ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൻ്റെ എല്ലാം എനർജി കറക്റ്റായിട്ട് ഹീലായിട്ട് വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൂടിച്ചേരൽ, റീയൂണിയൻ, ഒരു കോള്, മെസ്സേജ് ഒക്കെ വന്ന് ചേരാനായിട്ട് ഇടവരുന്നത്. ശരിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. ഈ ഒരു എനർജി കണക്റ്റഡ് ആയ വ്യക്തികളെല്ലാം മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി ഒരു അഫർമേഷൻസ് ഒക്കെ ഏഞ്ചൽസിനെയോ യൂണിവേഴ്സലിനെയോ സമർപ്പിച്ച ഒരു അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതായത് മറ്റൊന്നിനെ നമ്മളിലേക്ക് ആശ്രയിക്കാനുള്ളതല്ല, നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനല്ല, നിങ്ങളിൽ നിൽക്കുന്ന നെഗറ്റിവിറ്റീനെ ഹീലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മെഡിറ്റേഷൻ തീർച്ചയായിട്ടും ചെയ്യുക. പ്രാർത്ഥനയോ മെഡിറ്റേഷനോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ അവർ ഫോക്കസ് ചെയ്യുന്ന അവരുടെ ഒരു കുടുംബം, ബന്ധം, ജീവിതം എന്ന് പറയുന്നത് നിങ്ങളാണ്. ആരൊക്കെ എന്തൊക്കെ അവരുടെ ലൈഫിലേക്ക് പുറത്ത് നിന്ന് കടന്നു വന്നാലും അവരുടെ ഫാമിലിയായിട്ട്, അവരുടെ ഏറ്റവും കൂടിയത്, ഒരു പൂർണ്ണതയുള്ളതും ദൈവികമാകുന്നതുമായ ഒരു ഫാമിലി എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. ആ ഒരു പാർട്ട്ണർ എനർജിയിൽ നിന്നും മറ്റൊരാൾക്കും സ്ഥാനമില്ല എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എവരി ടൈം അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ഭയങ്കര സ്ട്രെസ് എനർജിയിലാണ്. അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ഹെൽത്ത് പരമായിട്ടാണേലും വെൽത്ത് പരമായിട്ടാണേലും അവരുടെ തോട്ട്സ്, അവരുടെ ചിന്തകളെ ബേസ് ചെയ്താണെങ്കിലും എല്ലാം അവരുടെ ടൈമിങ് ഇപ്പോൾ ഒരു മോശം സമയത്തിൻ്റെതൊക്കെയാണ്. അവരൊരുപാട് സ്ട്രെസ് എനർജിയിലാണ് എന്നതും ഒന്നിലധികം പ്രശ്നങ്ങളെ അവർ നേരിടുന്നത് കൊണ്ട് അവർക്കൊരു സ്ട്രോങ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിലുള്ളൊരു വിള്ളലെന്ന് പറയുന്നത് അവരുടെ തെറ്റുകൊണ്ട്, അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടും അല്ലെങ്കിൽ അവരിൽ സംഭവിച്ചു പോയ ചില നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകൾ കൊണ്ടുമാണ് എന്നതും, അവരുടെ ജീവിതത്തിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്നപ്പം ഒരു മായാവലയത്തിൽ പെട്ടുപോയി, അവർക്കൊരു തെറ്റു പറ്റി എന്നതും അവർ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ആരെല്ലാം വന്നാലും നിങ്ങൾ തന്നെയാണ് അവർക്ക് പ്രഷ്യസ് ആയ ഒന്ന്. നിങ്ങളുമായിട്ടുണ്ടായ കോൺഫ്ലിക്റ്റ്, വിശ്വാസമില്ലായ്മ,
തെറ്റിദ്ധാരണകൾ, അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു സഹകരണമില്ലായ്മ, അതുപോലെ തന്നെ മനസ്സിലാക്കപ്പെടാതെ പോയ സിറ്റുവേഷൻസ്, ഈഗോ, ഇതെല്ലാം അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ആണ്. അതിന് പറ്റിയൊരു സമയം, ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. അവർക്കിപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അവർക്കിപ്പോൾ ഉൾവലിഞ്ഞ് നിന്നേ പറ്റൂ. കാരണം അവരുടെ സിറ്റുവേഷൻ, അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അവരെ ബന്ധനത്തിലാക്കി. അതായത് അവർക്ക് സ്ട്രോങ് ആയ ഒരു തീരുമാനം ഏത് ബാലൻസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിർത്തിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ അവരുടെ സമയം വളരെ മോശമാണ്. അവരെന്ത് ആക്ഷൻ എടുക്കുമ്പോഴും അവിടെയെല്ലാം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു. അവർ ഈ ഒരു സമൂഹത്തെ ഭയപ്പെടുന്നു എന്ന് തന്നെ അവർ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ സിറ്റുവേഷൻസിനെയും അവർ നിൽക്കുന്ന സാഹചര്യങ്ങളെയും എല്ലാം അവർ ശക്തമായിട്ടും ഭയപ്പെടുന്നു. വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുകൂടി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, സിംഗിൾ എനർജിയിലാണെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം മാര്യേജിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുന്നതും, അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നതും, അതുപോലെ സാമ്പത്തികപരമായിട്ടും കരിയർപരമായിട്ടുമുള്ള സിറ്റുവേഷൻസുകളിൽ അവരൊരു ഒരു ലോസ് എനർജി അനുഭവിക്കുന്നതുമെല്ലാം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു സക്സസ് അവർക്ക് വേണം. പക്ഷെ അവർക്കതൊരു ക്ലാരിറ്റിയോട് കൂടി കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഒന്നെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പ്രാർത്ഥന കണക്റ്റ് ചെയ്ത് എല്ലാ ദിവസവും കറക്റ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മെഡിറ്റേഷൻ നിങ്ങളുടെ ആ ഊർജ്ജത്തെ ചേഞ്ച് ആക്കുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെ പുറത്ത് തള്ളി നിങ്ങളൊരു പോസിറ്റീവ് സിറ്റുവേഷൻസിലേക്ക് വരാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം ഡിവൈനായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് തരുന്നതാവും.